മാസ്റ്റേഴ്സിന്റെ ഒരു സൂപ്പർ തുടക്കം. ഈ ചില തെലുങ്ക് പടത്തിലൊക്കെ പടം തുടങ്ങി ഒരു 5-ാമത്തെ മിനിറ്റിൽ ഒരു പാട്ട് കാണും. ഭയങ്കര ബഹളമായിരിക്കും. ഈ ബാലകൃഷ്ണയുടെ ഒക്കെ പടത്തിലല്ലേ, അതുപോലെ നമ്മുടെ എപ്പിസോഡ്. അപ്പൊ ഈ എപ്പിസോഡ് ഹിറ്റ് ആയിരിക്കും. എങ്കിൽ പ്രേക്ഷകരെ എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു. Cutie the Beauties of Presence Comedy Masters powered by Amritaveni Light Kit co-powered by Rajakumari Group. ഇനി നമുക്ക് ഹിറ്റ് ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടീം മയൂഖ. ഇവര് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വിമൻ കൈകൊട്ടി കളി ടീമാണ്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ബിക്കോസ് ഞാൻ ബോംബെ നിന്നാണ് വരുന്നത്. ബോംബെയിൽ നമ്മൾ 10-15 വർഷം മുമ്പ് തന്നെ ട്രാൻസ് ആണെങ്കിൽ LGBT ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇതൊരു മീൻസ് വി ആർ പാർട്ട് ഓഫ് സൊസൈറ്റി, സെയിം സൊസൈറ്റി. ഇന്ന് നിങ്ങളൊരു നാട്ടുകൂട്ടമായിട്ടൊരു വലിയൊരു റിയാലിറ്റി ഷോൻ്റെ വേദിയിലാണ് ഇരിക്കുന്നത്, നിൽക്കുന്നത്, പെർഫോം ചെയ്യണതെല്ലാം. എങ്ങനെയുണ്ട് ഇപ്പോൾ സൊസൈറ്റീൻ്റെ ഒരു കാഴ്ചപ്പാട്? ഫസ്റ്റ് ഓഫ് ഓൾ ഒത്തിരി ചേഞ്ചസ് വന്നു സമൂഹത്തിൽ നിന്നാണെങ്കിലും. ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങി, മനുഷ്യർ മനസ്സിലാക്കാൻ തുടങ്ങി. അതിപ്പോൾ ജെൻഡർ അല്ല, മനുഷ്യനെ മനുഷ്യനായിട്ട് മനസ്സിലാക്കാൻ പഠിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നവരാണെങ്കിലും ഐ തിങ്ക് എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും അവരവരുടെ പ്രൊഫഷൻസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ എത്താൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് മറ്റുള്ളവരെ ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്നതിന് തന്നെ താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ടെലിവിഷൻ ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു തുടക്കം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമൃത TV മാത്രമേ ഉള്ളൂ. അത് ഏത് മേഖലയിലാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾ ട്രാൻസ് എല്ലാം സത്യം ആസ് യു സെഡ്, നിങ്ങളും ഒരു മനുഷ്യന്മാരാണ്, നമ്മളും ഒരു മനുഷ്യന്മാരാണ്, നമ്മൾ ഒരേ സൊസൈറ്റീൻ്റെ ഭാഗമാണ്. സോ വെരി ഹാപ്പി മയൂഖ ടീം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. വി ആർ സോ പ്രൗഡ് ഓഫ് യു ആൻഡ് ലവ് യു ഓൾ. അല്ല ചേച്ചി, അതുപോലെ ഇവര് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും. കാര്യം ഇവരെ പോലെ തന്നെ ഡാൻസ് അറിയാവുന്നുള്ള ഒരുപാട് പേര് ഇപ്പോഴും ചിലപ്പോൾ വീട്ടിലിരിപ്പുണ്ടാവും. അപ്പൊ അവർക്കും ഇത് കാണുമ്പോൾ അവർക്ക് തോന്നും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, നമുക്കൊരു കൈകൊട്ടിക്കളി ടീം ഉണ്ടാക്കാം, നമുക്ക് ഇതുപോലെ വേദി ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പേര് ഉറപ്പായിരിക്കും ഈ എപ്പിസോഡ് വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴോ ഇതുപോലെ ഒരുപാട് ഇങ്ങനത്തെ ടീമുകൾ കേരളത്തിൽ ഉണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എപ്പോഴും ചിന്തിക്കും, അതായത് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എസ്തെറ്റിക് സെൻസ് ഉണ്ട്. ഇപ്പോൾ ഡാൻസ് ആയിക്കൊള്ളട്ടെ, നന്നായിട്ട് ഒരുങ്ങുന്ന കാര്യമായിക്കൊള്ളട്ടെ, ഡ്രസ്സിങ് സെൻസ്, മേക്കപ്പ് സ്കിൽസ്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതൽ അത്രയധികം ഇഷ്ടത്തോടെ ചെയ്യുന്നതും നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവരാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനിവിടെ കോസ്റ്റ്യൂം എടുത്തു പോയി കഴിഞ്ഞാൽ എന്ത് രസമായിട്ടാണ് അതൊക്കെ, ആ കളർ കോമ്പിനേഷനും ഒരുങ്ങി അതിന് വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഇട്ടുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാവരും ഒരുങ്ങി വന്നേക്കുന്നത്. അത് കാണാനും സൂപ്പറാണ്. ഈ ഇവരുടെ പെർഫോമൻസ് ഇറങ്ങുമ്പോൾ ഞാൻ ആ കുട്ടിയെ നോക്കുവായിരുന്നു. എന്താ അറിയോ, ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിട്ട് കാലിനെന്തോ ഇവിടെ വന്ന് പറ്റിയതാണോ നേരത്തെ പറ്റിയാണോ? എനിക്ക് 2-ാം തീയതി ഞങ്ങൾക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കണ്ണൂർ വെച്ചിട്ട്. അവിടെ വെച്ച് എൻ്റെ കാലിന് ചെറിയ സ്വെല്ലിങ് വന്നായിരുന്നു, കൈക്കും പ്രോബ്ലം വന്നായിരുന്നു. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിയിരുന്നതായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് അഹാന ഫോർ ജോയിനിങ് വിത്ത് us ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ചേച്ചി, പരിപാടി തുടങ്ങിയാലോ? പിന്നെ ഗൈസ്, നമുക്ക് എന്നാൽ ആദ്യം തന്നെ സ്കിറ്റ് കാണിച്ച് ഇവരെ അങ്ങ് ചിരിപ്പിച്ചാലോ? കാണാം, ചിരിക്കാൻ റെഡി ആയിക്കോ. കലാസ്നേഹികൾക്ക് നമസ്കാരം. തിരുവനന്തപുരം ഗോൾഡൻ സിംഗേഴ്സിന്റെ ഈ സംഗീത വിരുന്ന് ആസ്വദിക്കാനെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുകയാണ്. നിങ്ങളുടെ കയ്യടിയാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. ഈ കയ്യടി പ്രോഗ്രാമിന്റെ അവസാനം വരെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ തുടങ്ങാം അല്ലേ? മലയാള ഗാനങ്ങളെന്നും നെഞ്ചോട് ചേർത്തവരാണ് മലയാളികൾ അല്ലെ? അപ്പോൾ ഞങ്ങളുടെ അനുഗ്രഹീത ഗായകനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒട്ടനവധി വേദികളിൽ ഗാനങ്ങൾ ആലപിച്ച അമൃത TVയിലെ സൂപ്പർ സ്റ്റാർ എന്ന പ്രോഗ്രാമിലെ ഓഡിഷൻ ഫെയിൽഡ് താരം മെഡിക്കൽ കോളേജ്. കമോൺ, ആദ്യ ഗാനം ആലപിക്കാത്തുന്നു രാജ് മെഡിക്കൽ കോളേജ്. സൂപ്പർ. സ്ഥിരമായിട്ട് ക്യാമ്പിലെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പക്കം വരും.
എന്ത് ചെയ്യോന്ന് പറ. എന്റെ പൊന്നു മുതലാളി ഇങ്ങനെ ഡെയിലി ഉരുളക്കിഴങ്ങ് കറിയും ചപ്പാത്തിയും കൊണ്ടുവരില്ല ഏമ്പക്കം വിട്ട് വയ്യ അതുകൊണ്ടാ നിർത്തി. ഉരുളക്കിഴങ്ങ് കറിയാ അല്ല, റിഹേഴ്സൽ ക്യാമ്പ് നിർത്തിയെന്ന്. ആ അത് നല്ലതാ. 365 ദിവസം ക്യാമ്പ് 3 പരിപാടി. കഷ്ടമാണെന്ന് ആലോചിക്കണം. ഒരു ഗ്രൂപ്പ് കൊണ്ട് നടത്തുന്ന അവസ്ഥ. നീ മാത്രമല്ല വേറൊരു പാട്ടുകാരുണ്ട് അവിടെ. ആ അവനെ സ്വാഗതം ചെയ്താലേ വരുവുള്ളെന്ന്. എന്തോന്ന് സ്വാഗതം ചെയ്ത് വിളിച്ചാലേ വരുവുള്ളെന്ന്. കരഞ്ഞ് കാല് പിടിച്ചാണ് ട്രൂപ്പിൽ കയറിയത്. ഇന്റെ സ്വാതന്ത്ര്യം ചെയ്താലേ വരുള്ളൂ. എന്ത് കഷ്ടമാണെന്ന് നോക്കുന്നു. ഗ്രൂപ്പിന്റെ ഓണറുമായി ഇപ്പൊ അനൗൺസ്മെന്റും ചെയ്യണം. പ്രിയ പ്രേക്ഷകരെ, തമിഴ് പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അത്തരത്തിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലെ തമിഴ് ഗാനങ്ങൾ ആരംഭിക്കുന്ന ഞങ്ങളുടെ അനുഗ്രഹീത ഗായകൻ മുരുകൻ തൃപ്പരപ്പ്. ചൂടൂടാ ചൂടൂടാ എങ്ക പക്കം ചൂടൂടാ எல்லாமே வைரங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் தொட்டு கூட்டித்தா അച്ചാറേ തൊട്ട് കൊടുത്തരാൻ പറഞ്ഞു. എടാ നിനക്ക് മര്യാദയ്ക്ക് പാടി. നീ എന്തിനാ ഈ പാട്ട് പാടി ഇങ്ങനെ തുള്ളണത്? ഒരു കാര്യം പറഞ്ഞോട്ടെ, രാവിലെ ഉരുളങ്ങ് കഴിച്ചിട്ട് നിനക്ക് ഏമക്കം പോയോ? പോയി എനിക്ക് പോയിട്ടില്ലടാ. ഏതെങ്കിലും വഴി വിടാൻ വേണ്ടി നോക്കാണ്. ആ പാട്ട് വേണ്ട മുതലാളി. ഞാൻ പറഞ്ഞ ഉരുളൻകിഴങ്ങ് കറി വിഷയമാണ്. ഉരുളൻകിഴങ്ങ് സംഗീതവും സിങ്ക് ആവത്തില്ല. BGM വേറെ വരും. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഗ്രൂപ്പില് നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ തീരുമാനം ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. 20 വർഷം കൊണ്ട് ട്രൂപ്പ് നടത്തുകയാണ് ഞാൻ. 20 വർഷം 10 വർഷം കൊണ്ട് 10 വർഷം 5 വർഷം കൊണ്ട് 5 വർഷം കുറച്ച് നാളെ സമാധാനമായ ട്രൂപ്പ് നടത്തുക. ഇനി പറഞ്ഞു. ഈ ട്രൂപ്പിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഉണ്ട്. എന്ത് പരിപാടിയുടെ കുറവുണ്ട്. അത് ഞാനല്ലല്ലോ കുറവ് വരുത്തുന്നത്, നിങ്ങളൊക്കെ ചേർന്നല്ലേ. അടാ ഞങ്ങളെ കുറ്റം പറയല്ലേ. സൗണ്ട് പോരാ. സൗണ്ട് പോരാ. ശരിയാണ്, കമ്മിറ്റിക്കാർ പറഞ്ഞു സൗണ്ട് പോരാന്ന് പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായല്ലോ. സിസ്റ്റം മാറ്റണം. സിസ്റ്റത്തിന്റെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞത്, നിന്റെ സൗണ്ട് പോരാന്നാണ് പറഞ്ഞത്. നിന്റെ സൗണ്ട് ഒട്ടും പോരാ. മനസ്സിലായി? നിനക്കാണ് എന്താണ് എന്താണ് നിനക്ക് എന്ത് ഒരു പാട്ട് പാടാൻ നിൽക്കുന്നത്? പേയ്മെന്റ് എത്ര? എനിക്ക് 1500 പേയ്മെന്റ്. ഇനി പകുതി എന്ന് തരുള്ളൂ. അതങ്ങനെ 1500 പകുതി 750 ഞാൻ തരുള്ളൂ. അതെന്താ അങ്ങനെ? പാട്ട് പാടാൻ നീ പാടണം. ഒരു വരിയും പാടും, ബാക്കി പറഞ്ഞ നാട്ടുകാർ. എന്താണ് നിനക്ക് പേയ്മെന്റ്? നീ പാടുന്ന മുഴുവൻ പാടിയാൽ മാത്രമേ പേയ്മെന്റ് തരുള്ളൂ. മലയാളി ഒരു കാര്യം മനസ്സിലാക്കണം. ഇവ ഒരു വരി പാടിയിട്ട് ബാക്കിയെല്ലാം നാട്ടുകാരെ കൊണ്ട് പാടിക്കുന്നതുകൊണ്ടാണ് ഗാനമേള സ്ഥലത്ത് നമ്മൾ രക്ഷപ്പെട്ട് വരണത്. ഇവ മുഴുവൻ പാടാൻ നിന്ന് അടി മേടിക്കേണ്ടി വരും. നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണം. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയും ട്രൂപ്പിന്റെ കേസ്. ട്രൂപ്പിന്റെ കേസൊക്കെ വെടി നമുക്ക് ട്രെൻഡ് മാറ്റി പിടിച്ചാലാ. എങ്ങനെ? ഭജൻസ് തുടങ്ങാം. ഭജൻസ്. അതാകുമ്പോ ഒരേ കണക്കത്തെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിള്ളേരൊക്കെ നമ്മളെ കണ്ട് മയക്കും. അടിപൊളിയാണ്. ഇവിടെ പ്രിന്റ് ഒക്കെ ഉള്ള ഷർട്ടൊക്കെ ഇട്ടാ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഭജൻസ് പാടണമെങ്കിൽ ഈ ഭജന പാട്ടുകൾ അറിയണമല്ലോ. നിനക്ക് ഭജന പാട്ട് അറിയാമോ? എന്തിന് ഭജന പാട്ട് പഠിക്കുന്ന? സിനിമാ പാട്ട് ഇരുന്ന് പാടുന്നതാണ് ഭജൻ. അതാണല്ലേ പാട്ട് ഇരുന്ന് പാടുന്നതാണ് ഭജൻ. അതിന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, എനിക്ക് ഇരുന്ന് പാടാൻ പറ്റില്ല കേട്ടോ. ആ ശരിയാണ്. ഇവന് തുള്ളിയാലേ പാട്ട് വരുള്ളൂ. അതുകൊണ്ട് പറ്റില്ല. അതല്ലെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നടുവിന് കംപ്ലൈന്റ്, ഡിസ്ക് കംപ്ലൈന്റ്. അതാ നീ അങ്ങ് എണീറ്റ് അങ്ങ് തകർക്ക പോകും. മുതലാളി കഴിഞ്ഞ ശൈലി വന്നായിരുന്നാ? കഴിഞ്ഞ ശൈലി വരാത്ത നന്നായി. കമ്മറ്റിക്കാർ ഇവന്റെ കൂടെ ഒന്ന് പറഞ്ഞു അയ്യപ്പ സ്വാമിയെ സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് പാടാൻ. ഇവൻ പറയണ അയ്യപ്പനും കോച്ചിലെ പാട്ട് പാടിയാൽ മതിയാണ്. അയ്യപ്പനും കോച്ചിൽ എവിടെയാണ്? പാട്ടുണ്ട്, പാട്ടുണ്ട്. ഓ പോട് അപ്പടി പോട് അതൊക്കെ ചക്ക വരിക്ക ചക്ക കൂഴ ചക്ക അങ്ങനെയുണ്ട്. ചക്കായിട്ടില്ല വായിക്കാത്തടത്ത് കയറ്റി കൊടുക്കാറ്. സഹിക്കാൻ വയ്യ. ഒരു കാര്യം റിഹേഴ്സലൊക്കെ ചെയ്യാൻ പറയട്ടെ. നമ്മുടെ ട്രൂപ്പിന്റെ മെയിൻ പ്രശ്നം അതൊന്നും അല്ല. എന്താണ്? നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പെൺകുട്ടി വന്നാൽ നമ്മുടെ ട്രൂപ്പിന്റെ പ്രശ്നം മാറും. അതെ അതെ, ഞാനിത് ആലോചിക്കായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല. അതാണ് ഈ ട്രൂപ്പിൽ എത്ര പെൺകുട്ടികൾ വന്നു? എല്ലാത്തിനും ആരാ പറഞ്ഞു വിട്ടത്? നിന്റെയൊക്കെ ഓവർ കെയറിംഗ് ആണ് എല്ലാത്തിനും കാരണം. മനസ്സിലായോ? ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ പറഞ്ഞെങ്കിൽ വിടും. ഇവരൊക്കെ ഓവർ കെയറിംഗ് ആണ്. മുതലാളി ഇപ്പോഴത്തെ ഗാനമേള കാണാത്തതുകൊണ്ടാണ്. ഓരോ ഗാനമേള ട്രൂപ്പിൽ ചെന്ന് നോക്കണം. ആണും പെണ്ണും കൂടെ മിങ്കിൾ ചെയ്തെങ്കിൽ മാത്രമേ പാട്ട് ലയിക്കുള്ളൂ. അപ്പൊ ഒരു മിങ്കിളിങ് വേണം. മിങ്കിളിങ് ഓക്കെ. ഈ ഭക്തി ഗാനത്തിനാണ് മിങ്കിൾ ചെയ്യുന്നത്. മിങ്കിൾ ചെയ്യുന്നത് അതിന് മനസ്സിലായില്ല. അല്ലാതെ ഭക്തിയുടെ ഒരു ഇവനാണ് ഓവർ മിങ്കിൾ ചെയ്യുന്നത്. അല്ല നീ എന്റെ മിങ്കിളിങ് കാരണം എന്റെ മിങ്കിളിങ്. ഞാനൊന്ന് മിങ്കിളോയിൽ ചെയ്തോട്ടെ. ഹലോ, റിഹേഴ്സലിന്റെ പരിപാടിയൊന്നും ആ അത് പരിപാടി ഉണ്ടാകുന്ന കാര്യം വന്നാൽ മതി. ആ ഓക്കെ 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 ശരി ശരി ശരി. റിഹേഴ്സൽ എനിക്ക് വയ്യ. പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ റിഹേഴ്സൽ എല്ലാം കൊണ്ട് എനിക്കും പറ്റില്ല. എനിക്ക് ഈ പാടാൻ വരുന്ന പെണ്ണെ പറഞ്ഞു വിടട്ടാ. എങ്ങനെ പാട്ട് പാടാൻ വരുന്ന പെൺകുട്ടിയെ പറഞ്ഞു വിടട്ടാന്ന്. കനകനിലാവേ തുയിലുണരൂ തരള വസന്തം വരവായി പാപ്പ മഗ മഗ മ പാപ്പ മഗ മഗ മ പാപ്പ സനി പാപ്പ മഗ മഗ മ പാപ്പ മഗ മഗ മ പാപ്പ സനി പാമഗ സ മാമ മാമ മഗ സ സ സ സ ഗ സ നി 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 സ സ സ ഗ മ പ മ പ നി പ നി സ നി സ നി പ മ ഗ ഗ മ പ മ പ നി
കനകനിലാവേ ഇരുണരൂ തരള വസന്തം വരവായി മലയോര പൂഞ്ചോലയിൽ കളിരാമ്പൽ കൂടം തോർന്നുലഞ്ഞു പോയി കളിമൺവീണയിൽ സ്വരമേളങ്ങളിൽ കോമളലതകളിലോ മനമൈനകൾ ലല്ലലലലലം പാടി പൊന്മയിലാടി മാനസവനികയിൽ ആരവമിളകിയ നടനം തനധീന്തധീന്തനനധീന്തധീന്തനനധീന്തധീന്തനനധിരണ ഇനിയും പ്രണയം വിടരാ എങ്ങനെ ഇരിക്കണം? ഈ ഒറ്റ പെൻഡ്രൈവിലാണ് കനകനിലാവ് കൂവിക്കൊണ്ടിരുന്നത്. അതൊക്കെ വയ്യടാ, മര്യാദക്കാണ് എല്ലാവരും കൊള്ളാം കേട്ടാ. അല്ല നമ്മള് റിഹേഴ്സൽ ചെയ്യണമെന്ന് മലയാളി പറഞ്ഞോണ്ട് അങ്ങനെ അതിന്റെ പരിചയപ്പെടുത്താം. എന്താ കുട്ടിയുടെ പേരെന്താണ്? പേര് പറഞ്ഞോളൂ. എന്റെ പേര് KS ചിത്തിര. അല്ല ചിത്ര അല്ല, ചിത്തിര. എന്റെ നാള് ചിത്തിരയാണ്, അതുകൊണ്ട് എന്റെ പേരും നാളും അങ്ങനെ ഇട്ടേക്കുന്നത് KS ചിത്തിര. എല്ലാ പാട്ടും അറിയാലോ മക്കളെ? ഓ കുഴപ്പമില്ല, എല്ലാം അടിച്ചുപൊളി. അടിച്ചുപൊളി എല്ലാം പാടും. എങ്ങനെയാണ് പരിപാടിക്ക് പറഞ്ഞത്? കൂടെ ആര് വരും? അച്ഛൻ വരും, അമ്മ വരും? പള്ളി പരിപാടിക്ക് അച്ഛൻ വരും, അമ്പലത്തിലെ പരിപാടിക്ക് അമ്മ വരും. അച്ഛൻ നോൺ വെജും അമ്മ വെജും ആണ്. മലയാളിക്ക് മനസ്സിലായില്ലേ? പള്ളിയിലാകുമ്പോ ചിക്കൻ ബിരിയാണി, അമ്പലത്തിലാകുമ്പോ സദ്യ. അതുകൊണ്ടാ അങ്ങനെ. കുട്ടി നമസ്കാരം. ഞാൻ ഇതിലെ പ്രധാന മലയാള സിംഗറാണ്, രാജ് മെഡിക്കൽ കോളേജ്. ഓ മെഡിക്കൽ കോളേജിലാണോ വീട്? അല്ല, പരിപാടി കഴിയുമ്പോ പുള്ളി മെഡിക്കൽ കോളേജ്. അതൊന്നുമല്ല, മെഡിക്കൽ കോളേജിന്റെ അവിടെ ബസ് ഇറങ്ങിയാണ് ഞാൻ എന്റെ വീട്ടിൽ പോകുന്നത്. അതുകൊണ്ട് ആ മെഡിക്കൽ കോളേജ് ഞാന് തമിഴിന്റെ അടിപൊളി ഗായകൻ മുരുകൻ തൃപ്പരപ്പ്. ഇത് തൃപ്പരപ്പ് മുരുകനല്ല, തൃപ്പരപ്പ് പൂത്ത ഒരു മുറുക്കനാണ്. ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത മാസം. ഓക്കെ, താങ്ക് യു. എല്ലാരും ഉണ്ടോ? എല്ലാരും ഉണ്ടാവും. ഓക്കെ. എന്ത് നോക്കടാ, എന്ത് ഒരു പെണ്ണ് വന്ന് കയറിയപ്പം ഗ്രൂപ്പിന്റെ ഐശ്വര്യം നോക്കിയാണ്. നോർത്തിൽ പ്രോഗ്രാം. എന്റെ പൊന്നുമോളെ, നമ്മള് ട്രെയിനാണോ ഫ്ലൈറ്റിനാണോ പോണേ? എന്തിന്? നോർത്തിലെ പരിപാടിക്ക്. ഈ എറണാകുളം നോർത്തിൽ പ്രോഗ്രാം. എറണാകുളം നോർത്തിന് പ്രോഗ്രാം പോകുന്ന ഫ്ലൈറ്റ് അല്ലെ, നോർത്ത് ഇന്ത്യയിലല്ലേ ഇപ്പൊ? ആദ്യം കേരളത്തിലുള്ള ഒരു പാട്ട് പാടി നീ ശരിയാക്കും. അത് കഴിഞ്ഞിട്ട് മതി അന്യ സംസ്ഥാനക്കാരെ ദ്രോഹിക്കാൻ. പാട്ടിന്റെ റിഹേഴ്സൽ നോക്ക് കേട്ടാ. അല്ല, റിഹേഴ്സൽ ലിസ്റ്റ് തയ്യാറാക്കും കേട്ടാ. കുട്ടി വരൂ. നമ്മൾ പ്രധാനമായിട്ട് ലിറിക്സ് എഴുതിയ ബുക്ക് കയ്യിലുണ്ടോ? ലിറിക്സ് ഉണ്ട്. അത് വേണം, അത്യാവശ്യമായിട്ട് വേണം. അവനില്ലേ, അവനൊരു പാട്ടിന്റെ ലിറിക്സ് അറിഞ്ഞൂടെ? എല്ലാ സ്ഥലത്തും തെറ്റും. അയ്യോ ചേട്ടാ, ചേട്ടന് പാട്ടിന്റെ ലിറിക്സ് അറിഞ്ഞൂടാ. ആ ചേട്ടൻ പറഞ്ഞു. ഈ ചേട്ടൻ പറഞ്ഞു. നീ പറഞ്ഞ ഇവൻ ഒരു ലിറിക്സ് പറയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ക്ലബിലൊരു പരിപാടിക്ക് മമ്മൂട്ടിയുടെ മഴയത്ത് മുമ്പേല് ഒരു പാട്ട് പാടി. ആത്മാവിൻ പുസ്തക സ്റ്റാളിൽ എന്ന് പാടിയവൻ അവൻ. പിന്നെ അത് സംഭവം പുസ്തകോത്സവത്തിനായിരുന്നു ഗാനമേള. എവിടെ നോക്കിയാലും ഈ സ്റ്റാൾ ആയതുകൊണ്ട് പാടിയപ്പോ അറിയാണ്ട ഉള്ളിൽ നിന്നങ്ങ് വന്ന. നീ കൂടുതലൊന്നും പറയണ്ട, നീ പാട്ട് പാടിയതാ. കൊച്ചി രാജാവ് എന്ന സിനിമയിലെ ദിലീപേട്ടന്റെ കൊച്ചി രാജാവിലെ ഒരു പാട്ടുണ്ടല്ലോ, മുന്തിരി പടം പൂത്ത് നിൽക്കേണ്ട മുറ്റത്തൊരു ഇന്നോവയെന്ന്. എനിക്ക് എന്റെ നാട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും എന്നെ ഇഷ്ടമല്ല. എനിക്കൊരു ഇന്നോവ പാട്ടിന് പറഞ്ഞത് എന്തിന് നാടൻ പാട്ട് പാടിയതാ? കേക്കണോ പ്രിയ സ്കൂട്ടറേ. എനിക്ക് പാട്ടിനോട് പറഞ്ഞു. എന്നിട്ട് ആ കമ്മറ്റിക്കാറുമ്പോ കുഞ്ഞേ നീ കേക്കണം, കമ്മറ്റിക്കാറുമ്പോ 1 മണിക്കൂർ കെഞ്ചി കെഞ്ചി പറഞ്ഞിട്ടാണ് ഇവനെ വിട്ടത്, അറിയാമോ? എല്ലാം പോട്ട്. നീ എന്താ MG ചേട്ടൻ പാടിയ ചിന്നമ്മാന്ന പാട്ട് കുഞ്ഞമ്മാന്ന് പാടിയത്? അത് വേറൊന്നുമില്ല. ഞാൻ സ്റ്റേജിൽ പാടാൻ വേണ്ടി നിൽക്കുമ്പോ മ്യൂസിക് ഓപ്പൺ ചെയ്തു. ഞാൻ പാടാൻ വേണ്ടി ബൈക്ക് എടുത്ത് നോക്കുമ്പോ എന്റെ കുഞ്ഞമ്മ ഫ്രണ്ടിരിക്കുന്നു. ബഹുമാനിക്കണ്ടേ? അപ്പൊ ഞാൻ പാടിയ കുഞ്ഞമ്മ ഒരു പൊന്നിക്കന്നമ്മ അത് പാടി. അതുകൊണ്ട് നീ ഇങ്ങോട്ട് മാറിയില്ല, കാര്യം പറഞ്ഞു ഇങ്ങോട്ട് മാറി. കുട്ടി, നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഗാനമേള തുടങ്ങുമ്പോൾ എൻ്റെ ഒരു സോളോ പെർഫോമൻസ് ആണ്. ഓക്കെ, നമുക്ക് അതങ്ങ് മാറ്റിയിട്ട് നമുക്കൊരു ഡിയറ്റ് പിടിച്ചാലോ? ഡിയറ്റ് ആണല്ലോ. ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ ഉള്ളിലായി എന്നോടൊന്നും ഇഷ്ടമല്ലേ അല്ലേ? ചേട്ടാ, ആ പാട്ടിന് പകരം നമുക്ക് ഇത് പിടിച്ചതാ. ഏതാ? ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ നിന്റെ തൊട്ട് നോട്ടം ഇഷ്ടമല്ലടാ. കുട്ടിയുടെ ഇഷ്ടം കിട്ടിയില്ലടാ, കിട്ടിയില്ലടാ, മാറി നിൽക്കടാ. ഞാനൊന്ന് വെറൈറ്റിയാണ്, തമിഴിലൊരു വെറൈറ്റി പാട്ട്.
അത് കട്ടിപ്പൂടിടാ അതങ്ങ് പിടിച്ചല്ലോ നമുക്ക്. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം വാളെടുത്താൽ അങ്കക്കലി വേലെടുത്താൽ ചിങ്കപ്പുലി കൽപ്പണത്തിന് കാവലല്ലോ ജോലി. ആ പാട്ട് കുറച്ചുകൂടി നന്നായിരിക്കും. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. അത് പിടിച്ചാലോ? അതിനേക്കാൾ നല്ലത് നീ വാ ഡാ തെമ്മാടി നീ പോടാ കൂത്താടി. ആ പാട്ടാണ് കുറച്ചുകൂടി നല്ലത്. എടാ നീ കൂടുതൽ കളിയാക്കിയത് വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഡ്യുവറ്റ് തുടങ്ങിയിട്ട് നമ്മളെ ഗാനമേള പരിപാടി ആരംഭിക്കും. ഞാൻ ഡുവറ്റ് പാടും ഇവരുടെ കൂടെ. നീ എന്തോന്നു അത് നീ ലിറിക്സ് പഠിയടാ. ലിറിക്സ് എനിക്കറിയാ, ഇവരുടെ കൂടെ ഞാൻ പാടും ഡുവറ്റ്. ഏത് പെൺകുട്ടി ഇവിടെ വന്നാലും നീ എല്ലാ ഇങ്ങോട്ട് നോക്കണം. എല്ലാ പിള്ളേരും വരുമ്പോൾ വൈറൽ ഗായകരെന്ന് വരും. ഈ വയർ വെച്ചിട്ടാണ് നീ വൈറലായ. എന്താണ് സാറേ? തിരുവനന്തപുരത്തിൽ മാനവ വീതി എന്നത് മാനവീയ വീതിയോ? ക്യാമ്പ്. എന്താണ് കാണിക്കുന്നത്? അവന്റെ വിക്ക് വരച്ചു അവന്റെ. അങ്ങോട്ട് എന്താ നിന്റെ വിഷയം? ഡുവറ്റ് ഞാൻ പാടും. ഡ്യുവറ്റ് ഞാൻ പാടും. ഞാൻ എനിക്ക് ഡ്യുവറ്റ് പാടാൻ ഞാൻ പറഞ്ഞു. ഡുവറ്റ് ഞാൻ പാടും. ഇങ്ങോട്ട് മരിയിക്കില്ല അങ്ങോട്ട് എടി. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു പെൺകുട്ടി വന്ന് കയറിയതല്ലേ ഉള്ളൂ. ആ പെൺകുട്ടി ഒരു പാട്ട് പാടട്ട്. നമ്മൾ കേട്ടില്ല ഇതുവരെ പാട്ട് പാടുന്നത്. ചിത്ര നന്നായിട്ട് പാടും. കണ്ടാൽ തന്നെ അറിയാൻ പാടും. ഒരു സോളോ ഗാനം കുട്ടി പാടട്ട്. അല്ലേ, സോളോ ഗാനം പാടിയിട്ട് നമുക്ക് നോക്കാം ആരാണ് ഇതിന്റെ അകത്ത് ഡുവറ്റ് പാടുന്നത്. ആ സോളോ ഗാനത്തെ ഞാൻ ഡ്യുവറ്റ് പാടട്ടാ. നീ പോയിരുന്നിട്ട് മക്കളെ ഓ മൈക്ക് കൂടി. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? മറ്റേ മഴ പെയ്താലും നോക്കിയാലോ? മഴ പെയ്താൽ നോക്കാം. മഴ പെയ്താൽ ഏപ്രിൽ 19. അത് തന്നെ അത് തന്നെ. പ്രിയകലാസ്ത്രീകളെ, ഏപ്രിൽ 19 ചിത്രത്തിലെ മഴ പെയ്താൽ എന്നുള്ള ഗാനം ആരംഭിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹീത ഗായിക ചിത്ര. അടിപൊളി പാട്ടാണ് കേട്ടോ. മഴ പെയ്താൽ കുളിരാണെന്ന് എന്റമ്മ പറഞ്ഞു. മഴവില്ലിന് നിറമുണ്ടെന്ന് എന്റമ്മ പറഞ്ഞു. മഴ കണ്ടു ഞാൻ കുളിർ കൊണ്ടു ഞാൻ മഴവില്ലിൻ നിറമേറും കണ്ടു ഞാൻ വ്യാകുലമായി. മഴ പെയ്ത കുളിരാണെന്ന് എന്റെ അമ്മ പറഞ്ഞു. ലാലോട് സാറേ എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ജീവനുണ്ട്, ചത്തില്ല, ജീവനുണ്ട്. സാറേ എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? ഒരു കാര്യം പറയട്ടെ. വ്യാകുല മാതാവ് എന്ന് പാടിയപ്പം ഓർക്കസ്ട്രക്കാര് ഓട്ട പിടിച്ച് ഇങ്ങോട്ട് പോകും. നഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് പുകഞ്ഞു. LED പാർലറ്റ് 10 പുകഞ്ഞു. നഷ്ടങ്ങളേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഒരു സന്തോഷമുള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അതെന്തോ സന്തോഷം? സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് 2 പാട്ടുകാരി ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവന്മാരെ ഓടിക്കാൻ വേണ്ടി ഞാൻ പഠിച്ചപടി പറഞ്ഞിട്ടുണ്ടോ. പക്ഷെ കൊച്ചിന്റെ ഒരു വ്യാകുല മാതാവില് അവന്മാർ നാട് വിട്ടു മക്കളെ. അതെനിക്ക് ഒന്നെ പ്രൗഡ് കേട്ടോ. എനിക്ക് അഭിമാനമുണ്ട് ഇതിന്റെ അകത്ത്. പക്ഷെ മക്കളെ, ഇനി ഇതുപോലത്തെ ഒരു അവസരങ്ങൾ വരും. ഗ്രൂപ്പിൽ പാടുന്ന പയ്യന്മാരെ ഒഴിവാക്കാൻ വേണ്ടി അവസരം വരും. ഞാൻ വിളിക്കും. അപ്പോൾ വന്നിട്ട് ഈ വ്യാകുല മാതാവ് ഒന്ന് പാട്ട്. അല്ല സാർ, അപ്പോഴും വിളിക്കുമ്പോ ഞാൻ വേറെ പാട്ട് പാടിത്തരാം. വേറെ പാട്ടാ? അതേത് പാട്ട്? ഒരു നന്ദന സിനിമയിലെ കൃഷ്ണ. എന്ത് സാർ? ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്തിനാണ് ദേവകോമാൻ ചോദിക്കണം? എന്റെ കൃഷ്ണ. ചേച്ചി, ഞാൻ ഒരു കല്യാണത്തിന് പോയിരുന്നു. ആണോ? സൂപ്പർ സദ്യയായിരുന്നു. പക്ഷെ അവിടെ കിടിലൊരു അടി കിടന്നു.
അടി എന്ന് പറഞ്ഞാൽ ചിരിച്ച് മരിക്കും അടി. പപ്പടത്തിനാണ്? പപ്പടത്തിനല്ല, വേറെ കോമഡി. അതായത് ശ്രീധര പൈസ കുറവായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് ഈ കോമഡി മാസ്റ്റേഴ്സ് ഒന്ന് ഈ കോമഡി കാണിച്ചാൽ അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടും. അപ്പൊ അത് താലിയായി പോകുമല്ലോ. അപ്പൊ ഞാൻ അവരെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ചേച്ചി ബാറ്ററി കൊണ്ടുവന്നല്ല. അപ്പോ കല്യാണ സ്കിറ്റുമായിട്ട് ഇവിടെ വരാൻ പോകുന്നത് സുരേഷ് മാമ്പുഴ, മീനാക്ഷി ചേച്ചി ആൻഡ് അരുൺ. പാട്ട് നിർത്താനല്ലേ? ആദ്യ രാത്രിയായിട്ട് കല്യാണം മുടങ്ങിയിരിക്കുന്ന എന്നെ പാട്ടിട്ട് മൂട് കയറ്റുന്ന എന്താ പറയാനാണ്? കല്യാണ പന്തറിൽ അടിയുണ്ടായി ഞാൻ ഈ കോലത്തിലായില്ലായിരുന്നെങ്കിൽ, എന്റെ പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും പിണങ്ങി പോയില്ലായിരുന്നെങ്കിൽ, ഈ ആദ്യ രാത്രിയിൽ ഈ റൂമിൽ ഞാനും എന്റെ മഞ്ജുവും കൂടെ പ്രണയമേ അരികിൽ വന്നു ഒരു സുഖമുറവിയിലുരുകുകയാണിൻ ഹൃദയമേ വെറുതെ നിന്നു എനിക്കറിയായിരുന്നു കല്യാണ പന്തലിൽ നിന്ന് പിണങ്ങിപ്പോയാലും ആദ്യ രാത്രി ആവുമ്പോ നീങ്ങി വരുമെന്ന്. അമ്മ എന്താ? ഞാൻ കരുതി പെണ്ണാന്ന്. ഞാൻ പെണ്ണല്ലേ? അല്ല. ആണ്. ഞാൻ വിചാരിച്ച് കല്യാണ പെണ്ണാന്ന് ഞാൻ കരുതുന്നത്. നീ എങ്ങനെയാടാ കല്യാണ പെണ്ണാകുന്നത്? നീ കല്യാണ ചെറുക്കനല്ലേ, അവളല്ലേ കല്യാണ പെണ്ണ്? ആ കല്യാണ പെണ്ണാണ് ഇപ്പൊ വന്നതെന്ന് വിചാരിച്ചു പോയി ഞാൻ. അത് കല്യാണ മണ്ഡപത്തിൽ തന്നെ ആ കല്യാണം മുടങ്ങിയില്ലേ? നിങ്ങളുടെ അമ്മാവൻ ഒറ്റ ഒരുത്തം കാരണമാണ് ആ കല്യാണം മുടങ്ങിയത്, മനസ്സിലായോ? എടാ കൊച്ചേ, നീ എല്ലാവർക്കും 501 രൂപ വീതം ദക്ഷിണ കൊടുത്തു. കുഞ്ഞമ്മാവന് മാത്രം നീ 101 രൂപ കൊടുത്തത് കൊണ്ട് അത് ചോദിക്കാനല്ലേ മണ്ഡപത്തിലോട്ട് അങ്ങേര് വന്നത്? അത് തെറ്റാണോ? താലി കെട്ടാൻ നേരം അത് പേടിച്ച് അയ്യത്ത് കളഞ്ഞിട്ട് പെണ്ണിനെയും തട്ടി കളഞ്ഞിട്ടല്ല എന്റെ ചെക്കനെ എന്തിയേന്ന് ചോദിക്കണത്. കളവനെ ഞാൻ അവിടുന്ന് പിടിച്ചോണ്ട് പോയി സദ്യാലയത്തിൽ കൊണ്ടിരുത്തി. അവിടെ എന്തിനടിയുണ്ടാക്കി? ഇരുന്നിടത്തുനിന്ന് എണീച്ച് ഒരു പപ്പടം എടുത്ത് അങ്ങോട്ട് ഇരുന്നപ്പോ കസേരയും കൊണ്ട് ആരാണ്ട് പോയി. അത് ചോദിച്ചത് കുറ്റമാണോടാ? അവിടെ തുടങ്ങിയ പപ്പടയാടി വന്ന് നിന്നത് എന്റെ കല്യാണ മണ്ഡപത്തിലാ. മണ്ഡപത്തിൽ വെച്ച് മണവാട്ടിയുടെ മണ്ടയ്ക്ക് കിട്ടിയെന്നാ ഞാൻ കേട്ടത്. അമ്മാതിരി കീച്ചല്ലേ അമ്മാവൻ കൊടുത്തത്. അവളിപ്പോ വീട്ടിൽ എന്നെ ഓർത്തോണ്ടിരിക്കുവായിരിക്കും. ഏതെങ്കിലും ഓർത്തോ ഡോക്ടറുടെ വീട്ടിൽ ഇരിക്കുകയായിരിക്കും. അമ്മാതിരി അടിയാ അമ്മാവൻ കൊടുത്തേക്കുന്നത്. അവരെ വീട്ടുകാരെ ആര് പറഞ്ഞു സമാധാനം? അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അവരെ പറഞ്ഞ് മനസ്സിലാക്കി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്റെ കൊച്ചേട്ടനും വല്യേട്ടനും പോയിട്ടുണ്ട്. ആര് പോയെന്ന്? എന്റെ കൊച്ചേട്ടനും വല്യേട്ടനും. കൊച്ചേട്ടനാന്നെ ചെവിയും കേൾക്കത്തില്ല, വല്യേട്ടനാന്നെ സംസാരിക്കത്തില്ല. ആരോട് എന്നാ പണയാനായി പോയേക്കുന്നേ? നിങ്ങളുടെ അമ്മാവൻ എന്റെ കൈ കിട്ടിയാ പറഞ്ഞു കേട്ടോ. മക്കളെ, പുള്ളിക്കാരൻ ചെയ്തതെല്ലാം തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടേ മാപ്പി ഒതുക്കാൻ വേണ്ടി പുറത്തു വന്ന് നിൽപ്പുണ്ട്. ഞാൻ ആർക്കും മാപ്പൊന്നും കൊടുക്കത്തില്ല. ഇത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല. അത് നടക്കത്തില്ല. ആ കട്ടിലെങ്ങനെ നടക്കാനാ? എന്തുവാന്ന്? കട്ടിലെങ്ങനെ നടക്കാനാന്ന്? ഓടുന്ന കാണണം. കട്ടിലോ? നിങ്ങൾ ഇവിടുന്ന് ഓടുന്നാണ്. എറിഞ്ഞ ആപ്പിളറിഞ്ഞ പോയിക്കോളം. ഇതാരപ്പം വിളിക്കുന്നേ? മണിയമ്മേശ്ശേരി വിളിക്കുന്നു. ഹലോ, എന്ത് മണിയമ്മേശ്ശേരി? ഇല്ല, ഞാൻ എടുത്ത് കൈ പിടിച്ചേക്കുന്നേ ഉള്ളു. ഞാൻ ആപ്പിൾ നിന്നതിന് മണിയമ്മേശ്ശേരിക്ക് എന്താ? നിങ്ങളിപ്പോ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചാന്ന് പറ. നിലമ്പൂർ കാട്ടിൽ കയറി ഒറ്റയാനെ കൊണ്ട് ഒറ്റ പിടിക്ക് പിടിച്ച കട്ടിലാണ് അവിടെ കിടക്കണത്. അതിന് ഒറ്റ പൈസ നീ തന്നിട്ടില്ലേ അരുണേ? ഈ അവസ്ഥയിൽ തന്നെ നിങ്ങൾ വിളിച്ച് ചോദിക്കണത് കേട്ടാ. നമ്മൾ ഈ അവസ്ഥയൊക്കെ കഴിഞ്ഞ് തന്നെയാണ് വന്നത്. നിലമ്പൂർ കാട്ടിലെ കട്ടിലാണ്. കാട്ടിലെ കട്ടിൽ കട്ട് ചെയ്താൽ അങ്ങോട്ട് പോ. കാടും കട്ടിലും ആപ്പിളും. ഇയാളെന്തിനാ ഞെട്ടിയത് അമ്മാവ? ഇയാൾക്ക് മാത്രം അങ്ങ് ഞെട്ടിയാൽ മതിയോ? എനിക്കും ഞെട്ടണം. ആരോട് ചോദിച്ചോണ്ട് അതിനകത്ത് കയറി വന്നു നോക്കട്ടെ. ഇതിനകത്ത് ആരുമില്ലല്ലേ? ആരുമില്ല, ഒരു മനുഷ്യനുമില്ല. നിനക്കെന്താ കല്യാണം മുടങ്ങിയപ്പോ ഭ്രാന്തായ? എടാ തറുതലക്കാരൻ അമ്മാവ, ഞാൻ അതല്ലേ ചോദിച്ചേന്ന്. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന്? എടാ, ഞാൻ ഇന്ന് രാവിലെ നിന്നോട് ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ തന്നതാണ്ട 101 രൂപ ദക്ഷിണ സഹിതം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്നും വേണ്ടേ? 501 രൂപ എല്ലാവർക്കും കൊടുത്ത് വന്നപ്പോ അമ്മാവന്റെ അടുത്ത് എത്തിയപ്പോ 500 രൂപ തീർന്നു പോയി.
എന്നിട്ടും അവന്റെ കയ്യിലിരുന്ന ഒരു കോയിൻ മാത്രം തീർന്നില്ല. നിങ്ങൾ എന്തിനാ അതിനകത്ത് കയറി പിടിക്കുന്നത്? എന്റെ കല്യാണം മുടക്കി നിൽക്കുന്നത്. എടാ സംഭവം എന്താണെന്നറിയാവോ? ഞാനൊരു 2 പെഗ് അടിച്ചാൽ ഞാൻ കുഴയാണെന്നുള്ള കാര്യം നിനക്കറിയാവല്ലോ. അറിയാം. രാവിലെ ഞാൻ 2 പെഗ് അടിച്ചു പോയി, അതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. വെള്ളം അടിച്ചിട്ടാണ് കല്യാണത്തിന് വന്നത്. അമ്മ, ഇയാള് വെള്ളം അടിച്ചിട്ട് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അമ്മച്ചേ, അമ്മ മിണ്ടാത്ത എന്താ? അവള് മിണ്ടത്തില്ലടാ. അവളാ ഇരുന്ന് 2 പെക്കല്ലേ എനിക്ക് തന്നത്. അമ്മ സമ്മതിക്കണം കേട്ടോ. സമ്മതിക്കണം, അവളെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അവള് ബാക്കി 3 പെക്കറ്റടിച്ചു കല്ല് പോലല്ലേ അവള് പന്തലിൽ നിന്ന്. രണ്ടുപേരും കൂടെ എന്റെ കല്യാണം മുടക്കിയതല്ലേ? സമാധാനം പറയാം. നീ സമാധാനപ്പെട്. ഞാനായിട്ടാണ് നിന്റെ കല്യാണം മുടക്കിയതെങ്കിൽ അതിനൊരു പരിഹാരം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. എന്താ? അപ്പുറത്തെ വീട്ടിലെ മീനാശിയെ കൊണ്ട് ഞാൻ നിന്നെ അങ്ങ് കെട്ടിക്കാൻ പോകുന്നു. ആ 2 കെട്ടി ബന്ധം ഒഴിക്കുന്ന തള്ളയെ കൊണ്ടോ? അതെന്തോ അവർക്ക് കുഴപ്പമെന്തോ? കുഴപ്പമെന്തോ? നിങ്ങൾ കെട്ടിക്കാൻ പോകണം. അല്ലാതെ നിന്നെ കൊണ്ട് ഞാൻ കെട്ടിക്കും 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 കെട്ടിക്കും. അമ്മ 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 അയ്യോ എന്താ 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 എന്താടാ പറഞ്ഞ കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ മീനാക്ഷിയെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ പോവാന്ന്. ഭാഗ്യവാ. എന്താ 2 മക്കള് ഫ്രീ. കേട്ടാ? നിങ്ങളത് കാര്യമായിട്ടാണോ പറയണേ? പിന്നല്ലാതെ ഞാൻ കെട്ടിക്കും. ഞാനായിട്ടാണ് നിന്റെ കല്യാണം മുടക്കിയതെങ്കിൽ ഞാനത് നടത്തും 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 നടത്തും. ഇത് നടക്കത്തില്ല 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 നടക്കത്തില്ല. അത് നടക്കത്തില്ല എന്ന് ഞാൻ മുമ്പേ നിന്നോട് പറഞ്ഞല്ലടാ. ആ കട്ടിൽ എങ്ങനെ നടക്കാനാ? പറഞ്ഞ കേട്ടോ. എടാ അവള് കള്ളം പറയത്തില്ലടാ. അത് കട്ടിലല്ലേ, അത് നടക്കത്തില്ല. നമ്മൾ എടുത്ത് മാറ്റണം. കൊച്ചേ, ആരോ വിളിക്കുന്നതാ. അയ്യോ മടിയ മേശി. ഹലോ ഹലോ അരുണേ. മേശിരി, ഒന്നും ആയില്ല. കിതപ്പ് കണ്ട അറിയാലടേ. മേശിരി, എന്തൊരു വേണമെന്ന് പറ. നിലമ്പൂർ കാട്ടിൽ ചെന്നിട്ട് ഒറ്റയാനെ കൊണ്ട് പിടിപ്പിച്ച കട്ടിലാണ്. അതിനെന്താന്ന്? ഒറ്റ പൈസ നീ തന്നിട്ടില്ലേ അരുണേ? എന്റെ പൊന്നു മേശിരി, ആദ്യം എന്റെ ഇത് അതിലോട്ടൊന്ന് കൊണ്ട് വെക്കട്ടെ. ഇതുവരെയും എന്തോന്നിലാകടെ അരുണേ. ഞാനൊരു കാര്യം ഇവിടുത്തെ അവസ്ഥ വളരെ മിനിറ്റിന് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഈ അവസ്ഥയൊക്കെ കഴിഞ്ഞെന്നടേ ഇങ്ങോട്ട് വന്നത്. ഇയാളെ പ്രശ്നം എന്തുവാന്ന് പറ. എടേ നിലമ്പൂർ കാട്ടിലെ കാട്ടിൽ തേങ്ങ ഫോൺ എടുത്തു പോലെ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കേട്ടല്ലോ. എടാ മക്കളെ, എന്തായാലും കല്യാണം മുടങ്ങി. നമുക്ക് ഈ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് അയച്ചു നോക്കാം. ഗിഫ്റ്റ് അയക്കാൻ പറ്റും. തൊട്ടുപോയതിനകത്ത് എന്തേ വർത്താനം അവന്റെ അടുത്ത് പറഞ്ഞത്? കല്യാണം മുടങ്ങി പെണ്ണും പിണങ്ങി പോയി വിഷം നിൽക്കുന്ന ചെറുക്കിന്റെ അടുത്ത് ഗിഫ്റ്റ് പൊട്ടിക്കാന്നോ? ഞാൻ പൊട്ടിക്കും. ഒരുത്തരെ കൊണ്ട് ഞാൻ തൊടിക്കത്തില്ല. ഞാൻ പൊട്ടിക്കരുത്. എടാ, ഈ വീട്ടിൽ എന്ത് വിശേഷം നടന്നാലും എന്ത് ഗിഫ്റ്റും പൊട്ടിക്കുന്നത് കൊച്ചമ്മാവനെ തന്നെ പൊട്ടിക്കും. പൊട്ടിക്കരുതാ പറഞ്ഞത്. ഞാൻ പൊട്ടിക്കും. ഒരു 2 അപ്പുറത്തോണ്ട് ഞാനത് എടുത്തോണ്ട് വരാം. ഞാനും എന്റെ ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കാനിരുന്നതാണ് ഗിഫ്റ്റ് ഒക്കെ. കുറച്ചു നേരം ഞാൻ നിന്റെ ഭാര്യയാണെന്ന് നീ അങ്ങ് കൂട്ടിയാ മതി. അയ്യോ, എന്താ പറ്റി? നിന്റെ ഭാര്യയുടെ കയ്യാന്ന് തോന്നുന്നു എന്നെ മൂക്കിന് വന്ന് ഇടിക്കേ. എന്റെ കൂട്ടുകാർ വല്ലതും ഒപ്പിച്ചു വെച്ച പണിയായിരിക്കും. എടാ എന്നോ പണിയാനാന്ന് പറയുന്നത്. ഒരു കത്തുണ്ടല്ലോ, ഒരു കത്തുണ്ടല്ലോ. ഇന്ന് വിവാഹിതരായ വധൂവരന്മാർ ദീർഘകാലം സുഖമായി ജീവിക്കട്ടെ എന്ന് റൂബി എന്റെ കൂട്ടുകാരിയാണ്. അത് ഒപ്പിച്ച പണി അമ്മാവ. അമ്മല്ലേ ഒരു കാര്യം ചെയ്യും. ആ പിടിച്ചിനകത്ത് ഐസ് ഉണ്ടോടെ? നോക്കി വെക്കാനാണോ? ഒന്ന് വെച്ച് നോക്കാൻ. ചിലപ്പോ ശനിയായാലോ? ചിലപ്പോ ഐസ് വെച്ചാൽ ശരിയാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. നോക്കാം. എന്താ പറ്റി? ഈ സ്മോക്ക് എന്ന് നിൽക്കട്ടെ. കുഴപ്പമില്ല. കറണ്ട് ബില്ല് ഇത്തിരി കൂടും, അത്രേ. ഷോക്കടിച്ച വല്ല കാര്യമുണ്ടോ? ഇത് ഇതിനകത്തൊക്കെ പോയി. അയ്യോ, ഇവിടുത്തെ ബാത്റൂം എവിടാ? അതിന് ഇനി ബാത്റൂം ഇടി കൊണ്ടപ്പോ തന്നെ മുള്ളിപ്പോയി. അവിടെയാണോ? പാല് ഞാൻ കുടിച്ചിട്ടില്ല. സമാധാനം. അയ്യോ 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 അയ്യോ. എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നേ? എന്തിനാ ഇങ്ങനെ ഓടുന്നോ? എടാ മുളക് പൊടി അളക്കി വെച്ചിരിക്കുന്ന വെള്ളം ചെക്കിനകത്ത് കോരുന്നാണ്ട് ഇങ്ങനെ അടിക്കണം. അപ്പോഴാണ് ഞാൻ എന്തിനാ ഇങ്ങനെ ഓടുന്നതെന്ന്. അവന്മാര് വെള്ളത്തിൽ വരാനകത്ത് മുളക് പൊടി അളക്കി വെച്ച്. നിന്റെ കൂട്ടുകാരന്മാരെന്തോടാ തീവ്രവാദികളാണോ? അതെ, അമ്മാവൻ ഓടുമ്പോ കിരികിരാന്ന് കേൾക്കുന്ന എന്തുവാ?
മുളക് പൊടി മാത്രമല്ലായിരുന്നടാ അവര് കടുകും കൂടെ പൊട്ടിച്ചിട്ടായിരുന്നെന്ന് തോന്നുന്നു. അയ്യോ, അയ്യോ. ഒരു കാര്യം ചെയ്യട്ടെ, ഒരു ടേബിൾ ഫ്രാൻ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് അടിച്ചു തരട്ടാ. അയ്യോ വേണ്ട, നിന്റെ സഹായം എനിക്ക് മതി, ഇത്രയും മതി കേട്ടോ. ഞാനിത് കൊണ്ട് പിടിച്ചിലൊന്ന് വെച്ച് നോക്കാം. മസാല പിടിക്കാനാണോ? ചിലപ്പോ തണുത്താലോ. കറണ്ട് ബില്ല് ഞാൻ അടച്ചോളാം, പേടിക്കണ്ടേ. അയ്യോ ഇതെന്തുവാടേ പൊട്ടിത്തെറിക്കുന്നവല്ലോ ആണോ? അതെ, മറ്റേ കുങ്കുമപ്പൂ ഇട്ട് വെച്ച ഡപ്പയാ. എന്നിട്ട് ഇതിനകത്ത് കുങ്കുമപ്പൂ ഇല്ലല്ലേ? വന്നപ്പോ ഒരു പാലെടുത്ത് കൂച്ചായിരുന്നോ, അതിനകത്തുണ്ടായിരുന്നു കുങ്കുമപ്പൂ. അടി കുങ്കുമപ്പൂ. എന്നാ ഇനി വേണ്ടടാ, ആരാണ്ട് നിന്നെ വിളിക്കുന്ന, നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞേ. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും അമ്മ ആര് വിളിക്കാനാ? ഹലോ, നിലമ്പൂർ കാട്ടിൽ കയറി ഒറ്റയാനെ കൊണ്ട് പിടിച്ച ഒറ്റ കട്ടിലാണ് അവിടെ കിടക്കണത്. എന്തൊരു മേശിരി നിങ്ങക്ക്. ഒറ്റ പൈസ നീ തന്നില്ല, എന്നിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയാടെ അരുണേ. സ്വിച്ച് ഓഫ് ആക്കിയതല്ല, സ്വിച്ച് ഓഫ് ആയിപ്പോയതാ. ഓ, ഈ സമയത്ത് നമ്മളെല്ലാരും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. മേശിരി, ഇവിടെ ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, അടുത്തത് എന്താവും അറിയാതെ. നമ്മളും കൊറേ ടെൻഷനൊക്കെ അടിച്ച് ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആന പിടിച്ച പൊട്ടാത്ത കട്ടിലാണ്. എനിവില്ലി പിടിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇലാസ്റ്റിക്കിലായി പോയി പിടിച്ചത്. നിക്കണ ഒരു തറയും ഞാന്. അങ്ങോട്ട് പോവാ, മാറി. കട്ടിലൊടിഞ്ഞത്, കട്ടിലൊടിഞ്ഞത്. അയ്യോ, നിലമ്പൂർ കാട് ആരെല്ലാം കൂടെ താ കിടക്കുന്നേ. എടാ എന്റെ നടു ഒടിഞ്ഞടാ. അമ്മാവന്റെ സൗണ്ട് ശരിയായി, പിന്നാമ്പറം പൊളിഞ്ഞപ്പം മേൽഭാഗം ശരിയായതായിരിക്കും. അമ്മാവാ ഇതെന്തൊരു കഷ്ടമാന്ന് പറ. രാവിലെ വന്നിട്ട് ഇയാൾ എന്റെ കല്യാണം പൊളിച്ച്, രാത്രി വന്നിട്ട് എന്റെ കട്ടിലും പൊളിച്ച്. കഷ്ടമാണെന്ന് പറയുന്നത്. എടാ എനിക്ക് ഈ സമയത്ത് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. എന്തോന്ന്? ഈ സമൂഹത്തോട് എനിക്ക് ഉറക്കെ വിളിച്ചു പറയണം. എന്ത് പറയണം? കല്യാണം മുടക്കികളായ എല്ലാ അമ്മമാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. നിലമ്പൂർ കാട്ടിലെ കട്ടിലാണ്. ക്ലൈമാക്സ്. അയ്യോ, ക്ലൈമാക്സിന്റെ അവിടെ എന്തോരവാ ചിരിച്ചേ. സിനിമാറ്റിക് സ്കിറ്റ് ആണ് കേട്ടോ. അല്ല ഏറ്റവും എന്താ പറയാ, ഒരു ക്യാരക്ടർ ഉണ്ട്, അരുൺ വെറ്റ്സ് മഞ്ജു, അല്ല മഞ്ജു വെറ്റ്സ്. ഈ മഞ്ജു പറഞ്ഞ വ്യക്തി നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ മഞ്ജു എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. യുനോ, അത് ഒരു ടോം ആൻഡ് ജെറിനെ പോലെ, ഒരു പ്രിയദർശന്റെ പടം ഉണ്ടാവില്ലേ, എല്ലാരും ആ ലാസ്റ്റിൽ ഒരു ഗോൽമാൽ പോലെ കുടുങ്ങണ പോലെ. സൂപ്പർ. അമ്മയോ, അമ്മ എന്തൊരു എനർജിയാണ്, സൂപ്പർ എനർജി. ആൻഡ് എന്ത് ഫ്രഷ് അമ്മ. അരുൺ, ഇങ്ങനത്തെ ഒരു അമ്മ ഉണ്ടെങ്കിൽ ഒരു രണ്ട്. രതീഷ്, നമ്മുടെ രതീഷ്, നമ്മുടെ വോയിസ് ഓവർ. പ്ലീസ് ലെറ്റ്സ് വെൽക്കം രതീഷ് ഓൺ സ്റ്റേജ്. പ്രിയ സുഹൃത്തുക്കളെ, വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ചാക്ക് ചന്ദ്രൻ. ആദ്യ രാത്രി കല്ലറുള്ള ഏതോ മേശിരി വിളിച്ചിട്ടുണ്ട്. 3 ആൾക്കാരേ ഉള്ളൂ ഈ ഒരു സ്കിറ്റില്, പക്ഷെ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഒരു ഫുൾ ഫീലിംഗ് ആയിരുന്നു, ഒരു ഫുൾ സിനിമ കണ്ടതിന്റെ ഒരു ഫീൽ ആയിരുന്നു. സൂപ്പർ. സോ താങ്ക് യു രതീഷ്, താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫുൾ ഫൺ ഫിൽഡ് സ്കിറ്റ് എത്രത്തോളം നമ്മൾ ചിരിപ്പിച്ച് ബാറ്ററി കയറ്റി എന്നുള്ളത് നോക്കിയാലോ? പിന്നെ ചാർജ് നോക്കണ്ടേ ബാറ്ററിയുടെ? ചേച്ചി ആദ്യമായിട്ടല്ലേ ബാറ്ററിയുടെ ചാർജ് കാണാൻ പോകുന്നത്? ദേ അവിടെ നോക്കിക്കോട്ടോ. കമോൺ. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ദൃഢതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി മൂന്ന് പാക്കറ്റ് അടിപൊളി. സന്തോഷായില്ലേ? ഇതെന്ത് സംഭവം, പെക്കിന്റെ ആണോ? ആണല്ലേ? കിടില 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 കിട്ടില്ല. ദിസ് ഇസ് വർത്ത് ഇറ്റ് അല്ലേ? ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ചൂടോടെ ആ പൈസ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തോ ചേച്ചി? യെസ്.
ഹാപ്പിനെസ്. അപ്പൊ എന്തായാലും വീണ്ടും വരണം. ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കാണാൻ ഇനി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ല സുരേഷ് അണ്ണനും ആരുടെ കുറച്ചാളായിട്ട് 30-35 ആപ്പ് ഇങ്ങനെ കിടക്കുവായിരുന്നു. ചേച്ചി 50 കൊണ്ട് വന്ന് ചേച്ചി അതായത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പുതിയ ടാലൻസിനെയും പുതിയ ആൾക്കാരെയും എപ്പോഴും കൈയടിച്ച് ചിരിച്ച് പ്രോത്സാഹിപ്പിച്ച് വരവേൽക്കുന്ന അല്ലെങ്കിൽ വെൽക്കം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അതെ അതെ. അങ്ങനെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ യുദ്ധഭൂമിയിലേക്ക് വീണ്ടും 2 ചുണക്കുട്ടികൾ എത്താൻ പോവാണ്. 2 ബഡി. പക്ഷെ അവര് വരുന്നത് നമ്മൾ ഈ പുതിയ ആൾക്കാരെ എടുക്കുന്നത് സാധാരണ ഓഡിഷൻ ചെയ്തിട്ടാണ്. അതുപോലെ അങ്ങനെ വന്ന് അതുപോലെ തന്നെ അവർ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഓഡീഷനാണ്. അത് എവിടേക്ക് പോകാനുള്ള ഓഡീഷൻ ആണെന്ന് നിങ്ങൾ കണ്ടറിഞ്ഞോ? കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. അതിനു മുന്നേ ബാറ്ററി ഓൺ ചെയ്യേ. അപ്പൊ നല്ല കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വിളിക്കാം റിക്കി ആൻഡ് ശ്രീജിത്ത്. മരിക്കണ്ടായിരുന്നു. സാധാരണഗതിയിൽ മരിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സ്വർഗത്ത് പോകും അല്ലെങ്കിൽ നരകത്ത് പോകും. ഇതിപ്പോ കുറെ മേഘങ്ങളുടെ ഇടയിൽ കൊണ്ട് നിർത്തിയിട്ട് ഒരു മനുഷ്യ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. എന്റെ ദൈവമേ, ആരാ അത് ചത്ത് കയറി വരുന്നത്? അല്ല ചേട്ടാ, ചേട്ടൻ എന്താണ് കഴുത്തിൽ തുണിയൊക്കെ ചുട്ടിട്ട് ഇവിടെ? അതെ, ഞാൻ ഷേവ് ചെയ്യാൻ വേണ്ടി ബാർബർ ഷോപ്പിൽ പോയപ്പോ ഇറങ്ങി ഓടിയത്. ഏത് ബാർബർ ഷോപ്പ്? നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാൻ ചത്തടാ. എന്താടാ ഇവിടെ? ഞാനിവിടെ പൊറോട്ട അടിക്കാൻ വന്നടാ. ഹോട്ടലില് എന്റെ ചേട്ടനെ പോലെ നാണം മരിച്ചു വന്നടാണ്. ഓ, ഞാനൊരു കോമഡി അടിക്കുമ്പോഴത്തേക്കും തിരിച്ചിങ്ങോട്ട് അടിക്കുമല്ലടാ കള്ള. അല്ല ചേട്ടാ, ഇത് ഏത് സ്ഥലം? സ്വർഗമാണോ ആടാ നരകമാണോ? എടാ, ഇത് സ്വർഗമല്ല നരകമല്ല, ഇതൊരു ഓഡീഷൻ സെന്ററാ. ഇവിടുന്ന് പാസ്സായാലേ സ്വർഗത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓ അല്ല, അപ്പൊ ഇത് പാസ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ട്. എന്താടാ അത്? ഞാൻ ഷാറുഖ് ഖാനെ പോലെ പെർഫോം ചെയ്യും. എടാ, അത് അങ്ങ് ഹിന്ദി സ്വർഗത്തില്, മലയാള സ്വർഗമല്ലേ? കാണിക്കടാ. ഓ അങ്ങനെയാണെങ്കിലേ അണ്ണൻ മമ്മൂട്ടിയെ പോലെ പെർഫോം ചെയ്യട്ടെ. എന്നാലും അതെനിക്കൊന്ന് കാണണം. എന്റെ ഭാര്യയായിരുന്നു മേസ്ത്രി, എന്റെ മോളായിരുന്നു മേസ്ത്രി, എന്റെ അമ്മയായിരുന്നു മേസ്ത്രി. എനിക്ക് എന്റെ മേസ്ത്രിയെ കൊള്ളാൻ കഴിയില്ല. മേസ്ത്രി അല്ല, മിക്കവാറും മമ്മൂട്ടി നിന്നെ കൊല്ലാൻ സാധ്യത. എന്താ തന്റെ പേര്? ഞാൻ സോട്ടു ശർമ്മ. അങ്ങനെയാണെങ്കിൽ ഞാൻ സോമൻ വർമ്മ. ചേട്ടാ, എനിക്ക് ഒരു ചെറിയ ആഗ്രഹമുണ്ട് ചേട്ടാ. നിനക്ക് ചൊറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചൊറിഞ്ഞു തരാം. എന്താ ചൊറിച്ചിട്ട് മാറിയില്ലേ? ഇനിയും മാറിയില്ലേല് നീ നല്ല പടങ്ങളുടെ അടിയിൽ പോയിട്ട് മോശം കമന്റും കിട്ടാൻ മതി. അപ്പൊ ചിലപ്പോ ചൊറിച്ചിലങ്ങ് മാറി കിട്ടും. എന്റെ ചേട്ടാ അതല്ല, എനിക്ക് ചെറിയ ഒരു ആഗ്രഹമുണ്ട്. എടാ, ചത്ത് കയറി വന്ന നിനക്ക് എന്തോന്ന് ആഗ്രഹമാടാ? ഇത്ര പെട്ടെന്ന് സാവുണ്ടായിരുന്നു എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടാ. നല്ല ആഗ്രഹം. നീ എന്തായാലും ചത്ത് കയറി വന്നാ അപ്പൊ ആ ആഗ്രഹം പറ്റി അങ്ങ് മടക്കി വെച്ചേര്. അല്ല ചേട്ടാ, എനിക്കൊരു സംശയം. ചേട്ടൻ എങ്ങനെ ഡേഡായി? എന്തോന്ന്? അല്ല ചേട്ടൻ എങ്ങനെ ഡേഡായി? അയ്യോ, ഇതൊക്കെ ഇവനോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാകും? എടാ ഹിന്ദിയിലായാലും മലയാളത്തിലായാലും ഡാഡി ആവുന്ന പ്രോസസ് ഒന്നാടാ. എന്റെ മണ്ടൻ ചേട്ടാ, ചേട്ടൻ എങ്ങനെ ഡാഡി ആയിന്നല്ല, ചേട്ടൻ എങ്ങനെ ഡേഡായിന്ന് എങ്ങനെ മറിച്ചു? ഞാൻ കാട് കയറി ചിന്തിച്ചോടാ. എടാ, എന്റെ ഭാര്യ ഉണ്ടല്ലോ, ഒരു സ്നേഹനിധിയായ ഒരു സ്ത്രീയായിരുന്നു. ചേട്ടാ, അങ്ങനത്തെ ഒരു സ്ത്രീയെ കിട്ടിയാൽ ചേട്ടൻ പുണ്യം ചെയ്യണം. ആ പുണ്യം കാരണം ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത്. അതെങ്ങനെ? എടാ, അവളെ എനിക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കി തന്നു. ഒന്നാമത് വായി വെക്കാൻ കൊള്ളത്തില്ല. കൊള്ളത്തില്ലെങ്കിൽ പിന്നെ കോട്ടയത്തായിരിക്കും ചേട്ടാ. കോട്ടയത്ത് കൊല്ലത്തും സാമ്പാർ വായി വെക്കാൻ കൊള്ളത്തില്ലെന്ന്. അപ്പൊ ഞാൻ കയറി അവളോട് പറയുകയും ചെയ്തു, എടി പൂതനെ, ഇതിലും ഭേദം നീ എന്നെ വിഷം തന്നു കൊല്ലടിയെന്ന്. അപ്പൊ തന്നെ സ്നേഹനിധിയെ ഭാര്യയാണോ, അവളാ വിഷവും തന്ന് ഞാനിവിടെ സന്തോഷത്തോടെ ഇവിടെ എത്തിയടാ. ചോട്ട് എങ്ങനെയാണ് അവിടെ എത്തിയേ? ചേട്ടാ, ചേട്ടന് വീട്ടിലെ ഫ്രിഡ്ജിലെ എന്തൊക്കെ സാധനങ്ങളുണ്ട്? സാധാരണ ഒരു മുറി തേങ്ങ, ചക്ക, മാങ്ങ, ചിലപ്പോ ഒന്നും കാണൂലടാ. ആണല്ലേ? എന്റെ വീട്ടിലെ ഫ്രിഡ്ജിലെ എന്റെ ഭാര്യയുടെ കാമുകനായിരുന്നു. അയ്യോ, എന്റെ ഭാര്യ അവളുടെ കാമുകനെ ഫ്രിഡ്ജിൽ ഒളിപ്പിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. അപ്പൊ ആടി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആ ഫ്രിഡ്ജിൽ കയറി ഒളിച്ചു. സൈറ്റിലെ പണിയുടെ ക്ഷീണം കാരണം ഞാൻ ഒന്ന് കണ്ണടച്ചു. പിറ്റേന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോ ഞാനിവിടെ ഫ്രീസറിലാ ചേട്ടാ. നീ എന്ത് മണ്ടനാടാ, ഫ്രിഡ്ജിലാണോ കിടന്ന് ഒളിക്കുന്നത്? അവത്തെ കുത്തല്ല ചേട്ടാ. ചേട്ടാ ഒരു മിനിറ്റ്, നാണേ എന്റെ ബാഡി ഒന്ന് നോക്കിക്കോട്ടെ. എടാ, അത് നിന്റെ ബോഡിയാണോ? അതെ ചേട്ടാ. നിന്റെ ബോഡി എന്താ കുക്കുടാസനത്തിൽ കിടക്കുന്ന പോലെ കിടക്കുന്നേ? എന്റെ ചേട്ടാ, എന്റെ ബോഡി തണുത്ത് മരവെച്ചല്ലേ മരിച്ചത്. അപ്പൊ പിന്നെ എന്റെ ഭീമന്റെ കൂടെ പൊളിയിരിക്കും. അതല്ല പറഞ്ഞേ. ശരി, ആയിക്കോട്ടെ. നിന്റെ ബോഡി കത്തിക്കൂ, അത് അടക്കൂ?
അറിയില്ല ചേട്ടാ, പക്ഷെ ഇപ്പോഴത്തെ ഗ്യാസിന്റെ വില കണ്ടിട്ടേ എന്നെ വെറുതെ എവിടെയെങ്കിലും കളയാനാണ് സാധ്യത. അതൊക്കെ എന്റെ കാര്യം. എന്റെ അടക്ക് ഫേസ്ബുക്കിലും 16 ഇൻസ്റ്റയിലുവാ. യൂട്യൂബിലായിരിക്കില്ലേ? യൂട്യൂബിലല്ല, വാൾട്യൂബില്. നിന്റെ സൈക്കിൾ ട്യൂബ് ഞാൻ ഊരും. അവന്റെ സപ്പോസ് എന്റെ ചേട്ടാ ഇവിടെ കക്കൂസ് ഒന്നും ഇല്ല. എടാ കക്കൂസല്ലടാ, അല്ലെങ്കിൽ ബംഗാളിയെ നിനക്കൊന്നും കക്കൂസ് പോയി പാടത്തിരിക്കും. എടാ അതല്ല പറഞ്ഞത്. സപ്പോസ് നമ്മൾ ഈ ഓഡീഷൻ പാസ്സായി വെച്ചു, അപ്പൊ നമ്മൾ സ്വർഗത്തോട്ട് ചെന്ന് എടാ നമുക്ക് ബോറടിക്കത്തില്ല ചേട്ടാ, ശരിക്കും ബോറടിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിലേ നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങിയാലോ? അല്ല, പക്ഷെ എന്ത് ബിസിനസ് തുടങ്ങും? എടാ എന്റെ ഒരു ഐഡിയ ഉണ്ട്. നമുക്കേ ശവങ്ങൾക്കായിട്ട് ഒരു ഫുഡ് ഡെലിവറി ആപ്പ് അങ്ങ് തുടങ്ങിയാലോ? ചാവുകി. അത് കൊള്ളാം ചേട്ടാ. അല്ല, അപ്പൊ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് കൊടുക്കും? എടാ അതൊക്കെ സിമ്പിൾ അല്ലടാ. എടാ ശവങ്ങൾക്ക് കൊണ്ടുവരുന്ന ബലിച്ചോറ്, ഉണ്ടംപൊരി, പായസം, വേണമെങ്കിൽ 2 ബലിക്കാക്കും കൂടി വെച്ചേക്കാം. കാടിച്ച് കലക്കി എടുത്തിട്ടേ നമുക്ക് ഡെലിവറി ചെയ്യാം. പിന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് GST വെച്ചാൽ തീർന്നേടാ. അല്ല ചേട്ടാ, ഈ ഭൂമിയിലുള്ളവർക്കല്ലേ GST, നമുക്ക് ഇവിടെ DST വെക്കാം. DST അതെന്തുവാടാ? DST, ഡെഡ് സർവീസ് ടാക്സ്. അത് കൊള്ളാടാ. അങ്ങനെയാണെങ്കിലേ DST അടയ്ക്കാത്ത പ്രേതങ്ങളെ നേരിട്ട് അങ്ങ് ഭൂമിയിലേക്ക് പറഞ്ഞു വിടാം. അതാകുമ്പോ അതിലും വലിയ പണിഷ്മെന്റ് അവർക്ക് കൊടുക്കാനും ഇല്ല. ഇല്ല ചേട്ടാ, ഇല്ല. അല്ല, അപ്പൊ നമ്മൾ ഈ ഡെലിവറി ബോയ്സിന് എന്ത് ചെയ്യും? ഡെലിവറി ബോയ്സ് ഓൺ ദ വേ ആടാ. അടാറ് എടാ നമ്മുടെ സുദേവന്റെ മോൻ. എടാ ഇവൻ മരണമാസം റീൽ എടുക്കാൻ വേണ്ടി ഡാമിന്റെ പൊക്കത്ത് നിർത്തങ്ങ് ചാടി. മരണം നടന്നു, മാസം നടന്നില്ല. അവന്റെ മാസം എടുക്കാൻ വേണ്ടിട്ടേ പോലീസുകാരെ നട്ടോട്ട് ഓടുക. 3-ാം പക്കം എത്തും. അപ്പൊ ഡെലിവറി ബോയും സെറ്റ് ചേട്ടാ. എന്നാലും ചെറിയൊരു പ്രശ്നം ഉണ്ടാ. എന്ത്? എടാ ഞാനും നീയൊക്കെ സ്വർഗത്തോട്ട് പോന്നെ പോകുന്നു, എന്താ അത്ര ഉറപ്പ്? അടന്റെ ചേട്ടാ, ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടടാ. എന്ത്? എടാ ഞാനൊരു സീരിയൽ കില്ലർ ആയിരുന്നു. സീരിയൽ കില്ലറോ? ഇത്രക്ക് ചീത്ത വേണ്ട, കുറയ്ക്കാം. സീരിയൽ കില്ലറോ? ആടാ അതെ, ഞാൻ എന്റെ ഭാര്യയെ നൈസായിട്ടൊന്ന് കൊല്ലാൻ നോക്കി. ചേട്ടാ, ചേട്ടനല്ലേ നേരത്തെ പറഞ്ഞ ചേട്ടന്റെ ഭാര്യ സ്നേഹനിധിയായ ഭാര്യയാണ്, എന്തും പറഞ്ഞാൽ കേൾക്കുമ്പോഴൊക്കെ? അതൊക്കെ ശരിയാ, എന്തും കേക്കും ഒന്നൊഴികെ. എന്ത്? സീരിയൽ കാണുന്നത്. എനിക്ക് ഒന്നാമത് സീരിയൽ കാണുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ കുറെ കാലം അവളെ കൊല്ലാൻ നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോ എനിക്കൊരു സമയം കിട്ടി. ഞാൻ അവളെ പുറകോട്ട് ചെന്ന് കൊല്ലാനായിട്ട് നോക്കുന്ന സമയത്ത് സീരിയൽ നിൽക്കുകയും ചെയ്ത് അവളെന്നെ കാണുകയും ചെയ്ത് എന്റെ ഫലം വിഫലമായി പോയടാ. എന്റെ മണ്ടൻ ചേട്ടാ, എന്നെ പിന്നെ ചേട്ടന് സിനിമ കാണുമ്പോ കൊള്ളാമായിരുന്നില്ലേ? എടാ അത് സിനിമ കില്ലർ എന്നല്ല ആവത്തുള്ളൂ, സീരിയൽ കില്ലറിനാണ് പഞ്ച്. അല്ല ചേട്ടാ, ഏടാ ഡൂസ്റ്റൻ ചേട്ടാ, ചേട്ടനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്റെ പാവമാണ്. എനിക്കെന്റെ ഭാര്യയെ കൊള്ളാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അവളെ കൊള്ളാൻ ഞാൻ ഒരു കൊട്ടേഷൻ കൊടുത്തു. എന്നിട്ടുണ്ട് അവളെ അവൻ ബെസ്റ്റിയാക്കി, എന്നെ ഇവിടെ പെട്ടിയിലുമാക്കി. നമ്മൾ ഈ പാവമൊക്കെ എവിടെ കൊണ്ട് ചെന്ന് കളയോടാ? ചേട്ടാ, നമുക്കൊരു ശവായിട്ടുണ്ടെങ്കിൽ തീർത്താളോ? എടാ നമ്മൾ ഓൾറെഡി ശവമായടാ. അടല്ല, ശവായി, ചിക്കന്റെ ശവായി. അതൊക്കെ എന്തിനാടാ തിന്നുന്നേ? അല്ല, ഈ കൊണ്ണാ പാപം തിന്നാ തീരുന്നല്ലേ എല്ലാരും പറയുന്നു. ഇതെന്താണ് സത്യം ആർക്കറിയടാ? എടാ നീ വന്നേ. എടാ എന്റെ ബോഡി അടക്കാൻ തുടങ്ങും കേട്ടോ. ആണോ? എടാ നാട്ടുകാരൊക്കെ ഉണ്ടാ. അയ്യോ എന്റെ സുമതി ഉണ്ടാ. അല്ല ചേട്ടാ, സുമതി ആറ്? എടാ സുമതി എന്റെ പഴയ ഒരു സെറ്റപ്പാ. അല്ല ചേട്ടാ, ചേട്ടന്റെ ബാഡി അടക്കൊണ്ടതിന് മുന്നേ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടാ. എന്ത്? എടാ മുംതാസിന്റെ ഓർമ്മയ്ക്കായിട്ട് ഷാജഹാൻ താജ്മഹൽ കെട്ടി. അപ്പൊ എന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് എന്റെ സുമതി ഒന്ന് കെട്ടി കൊള്ളാന്നുണ്ടായിരുന്നു. എഞ്ചിൻ ഔട്ടായി, ടയർ പഞ്ചറായി, ബാഡി ആണേലും ഫുള്ള് സ്ക്രാപ്പുമായി. എന്നിട്ടും ചേട്ടന് പുതിയ രജിസ്ട്രേഷൻ വേണമല്ലേ? അടേ അടേ അടേ. എടാ ചോട്ടു, നീ എന്താടാ അങ്ങോട്ട് നോക്കുന്നേ? അല്ല ചേട്ടാ, ഈ നേരം ഇത്ര ആയില്ലേ, നമ്മളെ ആഡിഷന് വിളിച്ചില്ലല്ലോ. എടാ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നേ. എടാ ദൈവം തമ്പുരാൻ നമുക്കൊരു കണ്ടന്റിങ് തരും. അത് മാനവ മര്യാദയ്ക്ക് കറക്റ്റ് മീറ്ററിൽ അങ്ങ് ക്ലൈമാക്സ് വരെ എത്തിക്കുകയാണെങ്കിൽ ഒരു ഗ്രൂമിങ്ങും ഇല്ലാതെ നേരിട്ട് അങ്ങ് സ്വർഗത്തോട്ട് ചെല്ലാം. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ശവങ്ങളായിട്ട് ഇവിടെ കിടന്ന് അലയാ. ഭഗവാനെ വിളിച്ചിട്ട് എന്തോന്നാടാ കാര്യം? എടാ ചോട്ടു, നമ്മൾ മരിച്ചു കഴിഞ്ഞാ പിന്നെ ഭൂമിയുള്ളവർക്ക് നമ്മളെ കാണാൻ പറ്റൂടാ? കാണാൻ പറ്റും ചേട്ടാ, നമ്മളെ ആകാശത്തിലെ നക്ഷത്രമായിട്ട് മാറും. അയ്യോ സെറ്റ്. അടണ്ട്. എനിക്ക് ജീവിച്ചിരിക്കുമ്പോഴേ വലിയൊരു സ്റ്റാർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് നടന്നില്ലടാ. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാലെങ്കിലും ഞാനൊരു സ്റ്റാറായി മാറുമല്ലോ. അടേ സ്റ്റാർ ആവും, സൂപ്പർ സ്റ്റാർ. സ്വർഗത്തിലെ കട്ട്റൂം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ സ്വർഗത്തിൽ വെച്ച് ഇങ്ങനെ ഒരു സ്കിറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര നമുക്ക് അവരെ സ്വർഗത്തുനിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഇതൊന്ന് കെട്ടി ഊരിയാലോ? ഇതൊരു മൂവി ഏതോ മോനെ ഊരിക്കോ മോനെ, നിനക്ക് ലൈഫ് കിട്ടിയിട്ടുണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളി സൂപ്പർ കേട്ടോ. അപ്പിയറൻസിലും അവന്റെ ബോഡി ലാംഗ്വേജിലും അവന്റെ ഡയലോഗ്. അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കേന്ദ്ര സംസ്ഥാന കോമഡി. ശ്രീജിത്ത് എന്നല്ല പേര്. ശ്രീജിത്ത്, ഒരു മൊമെന്റ് ഞാൻ ഒന്ന് എടുക്കാണ്. ഡയാന ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഡയാനയും ശ്രീജിത്തിനെ തമ്മിലൊരു ബന്ധമുണ്ട്. നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്നാണ് എന്നോട് ശ്രീജിത്ത് പറഞ്ഞത്.
ഒരു മിനിറ്റ് അവൾ എന്റെ കണ്ണു വെച്ചൊന്ന് കണ്ടോട്ടെ, അവൾക്ക് അവിടെ കാണാൻ പറ്റില്ല. ഇനി പറ, നോക്കിക്കോ. അല്ല എനിക്ക് ചെറിയൊരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. എന്താണ് ആ ക്ലാരിറ്റി? എനിക്ക് ക്ലിയർ ആയിട്ട് ഒന്ന് ഡൈനൻ ഒന്ന് അങ്ങോട്ട് ശാസ്ത്രത്തിന്റെ ലെൻസ് ആരെല്ലാം ഉണ്ടോ? യെസ് ഡയാന, സൂക്ഷിച്ചു നോക്കൂ. താങ്കൾക്ക് പരിചയമുണ്ടോ ശ്രീജിത്തിനെ? ശ്രീജിത്തെ നമസ്കാരം. നമസ്കാരം. കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയം? നല്ല പരിചയം ശ്രീജിത്തിനെ കണ്ടു. എന്തായിരുന്നു ശ്രീജിത്ത് അന്ന് അനുഭവിച്ച ആ ഒരു വിഷമം പറയൂ ഞങ്ങളോട്. എന്നെ ചെറിയിട്ട് തല്ലിയിട്ടൊക്കെ ഉണ്ട്, ഓർമ്മ? ഉണ്ട്. ബസ്സിൽ വെച്ചാണോ? ബസ്സിൽ വെച്ച് അതല്ല, അല്ല അതായത് ഒരു കടന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടായിരുന്നു. തല്ലിയ ആളോട് ഇത്ര സ്നേഹമോ? മനസ്സിലായില്ല. ഓക്കെ ഓക്കെ ശരി, സുഖമായിരിക്കുന്നോ? തല്ലിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് സുഖമായിട്ടിരിക്കുന്നു. സംഭവം പറയുന്ന ഞങ്ങൾ ഒരുമിച്ച് പാലക്കാടിലെ നെന്മാറയില് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഷോർട്ട് മൂവി വർക്ക് ചെയ്തു. ശ്രീജിത്തിനെ തല്ലണ സീനായിരുന്നു എനിക്ക്. അതെ, സുഖല്ലടാ, പാടുന്നില്ലല്ലോ. മക്കളെ അത് മനപ്പുറം തല്ലിയല്ല, ടൈമിങ് തെറ്റിയതാണ്. ഓ, അത് കഴിഞ്ഞ് നേരെ സ്വർഗത്തിൽ പോയി ഇപ്പോഴാണ് ഭൂമിയിൽ വന്നത്. ഇപ്പോഴാണ് ഷോട്ട് എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. എന്റെ തല്ല് കിട്ടിയെങ്കിലും അവൻ ഈ നിലവരെ എത്തി. സൂപ്പർ. ഇനി നമുക്ക് എവിടെയാ ഷൂട്ടൂന്ന്? ശരിക്കും സ്ഥലം എവിടെയാ? പാലക്കാട്. പാലക്കാട്. ഓക്കെ ഓക്കെ. ആൻഡ് റിക്കി എവിടെ സ്ഥലം എവിടെയാ? പാലക്കാട് ആലത്തൂര്. ഓ, നിങ്ങൾ രണ്ടുപേരും പാലക്കാടുകാരാണ്. ആലത്തൂര്. തല്ലിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. കിടിലം പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വരുന്നത്. സോ ഒഫീഷ്യലി നമ്മൾ വെൽക്കം ചെയ്യാണ്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ സന്തോഷത്തിൽ ബാറ്ററി എത്രത്തോളം ചാർജ് കയറിയെന്നും കൂടെ നോക്കാം. ഓക്കെ, കര നിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കര നിറയെ അടിപൊളി 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 അടിപൊളി. 30,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ചൂടോടെ കയ്യോടെ ചേച്ചി ബാങ്ക് ഓഫ് ബോംബെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കൂ. അപ്പൊ ആഘോഷിക്കുക. ഇത് വെച്ച് ഇനി അടുത്ത ഒരുപാട് കൗണ്ടേഴ്സുമായിട്ട് നിങ്ങളുടെ സ്കിറ്റിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. തീർച്ചയായും. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ ഫുൾ ടീം എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സീനിയേഴ്സ് വേഴ്സസ് ജൂനിയേഴ്സ് എന്നുള്ളൊരു രീതിയിലാണ് പോയത് അല്ലെ. പുതിയൊരു ടീമും ഉണ്ട്, സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ പെർഫോം ചെയ്യുന്ന നമ്മുടെ കിടിലങ്ങളും ഉണ്ട്. അപ്പൊ ഇന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ വരുമ്പോൾ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരെന്നുള്ളൊരു ചോദ്യ ചിഹ്നം ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും ശ്വേത ചേച്ചിക്ക്. ഒരു കഥ കിട്ടുമ്പോൾ ഒരു കഥാപാത്രത്തിന് എങ്ങനെ ഒരു നമ്മൾ പറയില്ലേ ഹീറോ ഹീറോയിൻ എപ്പോഴും ഉണ്ടാവും ഒരു സ്റ്റോറിയിൽ. പക്ഷേ അത് സൂത്രധാർ പോലെ ഒരാൾ എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകും, അറിയോ അറിയാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അത് ഇന്നത്തെ ഒരു സ്റ്റോറിയിൽ സൂപ്പർവായിട്ട് ലീഡ് അല്ലാതെയും സൂപ്പർ ലീഡായിട്ട് എല്ലാം ചെയ്ത് നമ്മളുടെ സ്വന്തം സുരേഷ് ബ്യൂട്ടി ഇന്നത്തെ മെയിൻ സുരേഷ്. എന്തോ പറ്റി? ഈ സ്മോക്കൊന്ന് നിൽക്കട്ടെ. ഞാനും എന്റെ ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കാനിരുന്നതാണ് ഗിഫ്റ്റൊക്കെ. കുറച്ചു നേരം ഞാൻ നിന്റെ ഭാര്യയാന്ന് നീ അങ്ങ് കൂട്ടിയാ മതി. അയ്യോ, എന്തോ പറ്റി? നിന്റെ ഭാര്യയുടെ കയ്യാന്ന് തോന്നുന്നു എന്നെ മൂക്കിന് വന്ന് ഇടിക്കേ. അയ്യോ 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 അയ്യോ. എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നേ? എന്തിനാ ഇങ്ങനെ ഓടുന്നോ? എടാ, മുളക് പൊടി കളക്കി വെച്ചിരിക്കുന്ന വെള്ളം ചെക്കിനകത്ത് കോരിതാണ്ട ഇങ്ങനെ അടിക്കണം. അപ്പോഴാണ് ഞാൻ എന്തിനാ ഇങ്ങനെ ഓടുന്നതെന്ന്. ഈ തള്ള എല്ലാം കൂടെ അങ്ങോട്ട് പോവാ. മാറി കട്ടിലൊടിഞ്ഞത് കട്ടിലൊടിഞ്ഞത്.
കര നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദുരതുണ്ടന താളത്തിൽ ഞാൻ കര നിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ഈ കിരീടം വെച്ച് നടക്കുന്നതാണ് ഭയങ്കര രസമുണ്ട്. അതിനോടൊപ്പം ഇച്ചിരി ക്യൂട്ട്നെസ് കൂടെ ഞങ്ങൾ തരുവാണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ട്രാൻസ് വുമൻ ആണെങ്കിലും ആരാണെങ്കിലും അവരൊരു ഒരു പടയായിരുന്നു. സൂപ്പർ എനർജി വരും. അങ്ങനെ എല്ലാവരും പ്ലീസ് കം. എന്തായാലും വി ഹാവ് ടു സെലിബ്രേറ്റ് ദം. തീർച്ചയായിട്ടും ചേച്ചി കം. പിന്നെ കം കം. ലെറ്റ്സ് ഗോ. ചിരിക്കാനാണെങ്കിലും ഡാൻസ് കളിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ആരാണ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ എന്നുള്ളതൊക്കെ ഇവർ ഇൻവോൾവ് ചെയ്ത് നമ്മളോടൊപ്പം നിന്നൊരു ടീമാണ്. ദ ഹോൾ ടീം മയൂഖ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. നമ്മൾ ഇനിയും കാണും. നിങ്ങളുടെ പെർഫോമൻസിൽ ഇനിയും ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ഇവിടെ മാത്രമല്ല, അങ്ങ് രാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ, വിൻ ചെയ്യാൻ പറ്റട്ടെ. അതെ, കോമ്പറ്റീഷൻസിൽ വിൻ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം ഗംഭീരമായ ഒരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരും. അതായിരിക്കും ബൈ ഫ്രം കോമഡി